എൻ്റെ ചെറിയൊരു ഗാർഡനാണ് ഇത്. എനിക്ക് കറിവേപ്പിലയും കപ്പമുളകും തക്കാളിയാണ് ഇപ്പം ഉള്ളത്. ഈ പച്ചമുളകും കൂടി ചെയ്യണമെന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ഇതിൽ കപ്പമുളക് കണ്ടില്ലേ, കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് പറിക്കാൻ വന്നതാണ് ഞാൻ. ആ പറിക്കുമ്പോൾ അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പമുളക് കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി കുറച്ച് പൂക്കളും കൂടി ഉണ്ട് കേട്ടോ, അതൊക്കെ കാണുന്നില്ലേ, പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ പറിച്ചെടുത്ത് കപ്പമുളക് വെച്ചിട്ട് എന്തെങ്കിലും ചമ്മന്തിയോ അല്ലെങ്കിൽ മീൻ കറിയൊക്കെ ഇടുമ്പോൾ അതിലേക്കെല്ലാം ഇട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കപ്പമുളക് വെച്ച് എന്തെങ്കിലും ഡിഷ് അറിയാമെങ്കിൽ അതും കൂടി പറഞ്ഞു തരണേ. അപ്പോൾ ഞാനിനി തക്കാളിയാണ് നോക്കിയത്. അപ്പോൾ തക്കാളി അത്ര വലുതൊന്നും ആയിട്ടില്ല, ചെറുതാണ്. കുറച്ചുകൂടി പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും തക്കാളി പിടിക്കുമായിരിക്കും. ഇതെപ്പോഴാണ് വലുതാവാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ തക്കാളി നല്ല ഉണ്ട പോലെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളി കഴിഞ്ഞ് പിന്നെ ഞാനൊരു കറിവേപ്പില പറിക്കാനാണ് പോയത്. അപ്പോൾ കറിവേപ്പില നല്ല വലുതായിട്ടുണ്ട് കേട്ടോ, വലിയ കറിവേപ്പിലയാണ്, നല്ല മണമുണ്ട്. കറിവേപ്പില എന്ന് പറയുമ്പോൾ തന്നെ നല്ല സ്മെല്ലുള്ള കറിവേപ്പിലായിരിക്കണം. അപ്പോൾ ഇതിന് നല്ല സ്മെല്ലുണ്ട്, നല്ല ഇലയുമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.